ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് വടാപ്പാവ്. ഇവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫുഡ് ഐറ്റമാണ്. നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത് വടാപ്പാവ് ഒരു അത്ഭുതകരമായ ലഘുഭക്ഷണമാണെന്നാണ്. 2006 മാർച്ചിൽ സച്ചിൻ സുനിൽ ഗവാസ്കറിൻ്റെ 34 സെഞ്ചുറി ടെസ്റ്റ് റെക്കോർഡ് തകർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിനോദ് കാംബ്ലി അദ്ദേഹത്തിൻ്റെ 35 വടാപ്പാവുകൾ സമ്മാനമായി നൽകി. മുംബൈയിലെ കളിസ്ഥലങ്ങൾ, വഴിയോരങ്ങൾ, തെരുവ് കോണുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവയ്ക്കപ്പുറത്തേക്ക് വടാപ്പാവ് സഞ്ചരിച്ചു. ഇപ്പോഴിത് US-ലും ലഭ്യമാണ്. മുംബൈക്കാരൻ്റെയും വടാപ്പാവ്. വടാപ്പാവിൻ്റെ യഥാർത്ഥ പ്രാധാന്യം ഒരു മുംബൈക്കാരന് മാത്രമേ അറിയൂ. പുതിയ പാവും ഉരുളക്കിഴങ്ങിലുണ്ടാക്കിയ വടയും ഉൾപ്പെടെ ഈ എളിയ വിഭവം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പ്രായം, തൊഴിൽ എന്നിവ പരിഗണിക്കാതെ പ്രാദേശികമായി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഈ വടാപ്പാവ്. നഗരത്തിലെ എല്ലാ തെരുവുകളിലും ഇടവഴികളിലും കാണപ്പെടുന്ന വടാപ്പാവ് ഒരു മുംബൈക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായ ഭാഗമാണ്. ഓഗസ്റ്റ് 23 ലോക വടാപ്പാവ് ദിനമായി ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന മുംബൈ തെരുവ് ഭക്ഷണമാണ് ഈ വടാപ്പാവ്. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ വടാപ്പാവ് പലരുടെയും വയറ് നിറയ്ക്കുന്നു. ഇത് ആളുകളുടെ പ്രഭാത ഭക്ഷണവും അത്താഴവും കൂടിയാണ്. മുംബൈയിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ വടാപ്പാവ് കഴിക്കണം. ദരിദ്രനായാലും പണക്കാരനായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ടേസ്റ്റി വടാപ്പാവ്. ചൂടുള്ള എണ്ണയിൽ വറുത്ത വടാപ്പാവ് പ്രധാനമായും വെളുത്തുള്ളി ചുവപ്പും പുതിന വച്ച ചട്നിയും വറുത്ത കുരുമുളകും ചേർത്താണ് കഴിക്കുന്നത്. നിരവധി ഇന്ത്യക്കാർ പ്രദേശത്തും ഈ വടാപ്പാവ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇക്കാരണത്താൽ ഈ വടാപ്പാവ് ഇപ്പോൾ ലോകമെമ്പാടും പ്രശസ്തമാണ്. 1966 ദാദർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ആദ്യത്തെ വടാപ്പാവ് സ്റ്റാൾ ആരംഭിച്ചതിൻ്റെ ബഹുമതി അശോക് വൈദ്യയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ മുംബൈയിൽ ഈ വിഭവത്തിന് ജനപ്രീതി വർദ്ധിക്കുകയും വിഭവം പ്രശസ്തമാവുകയും ചെയ്തു. ദാദറിൻ്റെ ഒരു ഭക്ഷണശാല ഉടമയായ അശോക് വൈദ്യ തൻ്റെ സ്റ്റാളിൽ ഉരുളക്കിഴങ്ങ് വട, പോഹെ, ചായ എന്നിവ വിൽക്കുമായിരുന്നു. ഈ ദിവസം ഓഗസ്റ്റ് 23 അദ്ദേഹം ഒരു വട ഒരു പാവിലിട്ട് അതിൽ വെളുത്തുള്ളി ചട്നി ചേർത്തപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഭവമായി അത് പിറന്നു. 1998 ജൂലൈ 6 58-ാം വയസ്സിൽ അശോക് വൈദ്യ അന്തരിച്ചു. പിന്നീട് ദാദർ സ്റ്റേഷന് പുറത്ത് വടാപ്പാവ് വിൽക്കുന്ന പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ മകൻ നരേന്ദ്ര ഏറ്റെടുത്തു. ലോക വടാപ്പാവ് ദിനം മുംബൈ സ്ട്രീറ്റ് ഫുഡ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ലോക വടാപ്പാവ് ദിനം ആഘോഷിക്കുന്നു. മുംബൈ നിവാസികളും മഹാരാഷ്ട്രയിൽ